ഇടതൂർന്ന പച്ചക്കാടുകളിൽ ശ്രീരാമനും സീതയും ലക്ഷ്മണനും ശാന്തമായ വനവാസത്തിൽ ജീവിച്ചു. പക്ഷികളുടെ ഒച്ചകളും ഇലകളുടെ മർമര ശബ്ദവും ഒഴുകുന്ന ഗോദാവരി നദിയും അവരെ ചുറ്റിപ്പറ്റി. ലളിതമായ ജീവിതമായിരുന്നു അത്. പക്ഷേ സമാധാനം അധിക നാൾ നീണ്ടുനിന്നില്ല. ദൂരെ ലങ്കയിൽ അസുരരാജാവായ രാവണൻ പ്രതികാരത്താൽ ജ്വലിച്ചു. സീതയുടെ സൗന്ദര്യത്തെക്കുറിച്ച്, അവളുടെ ഭക്തി, ശക്തി, കൃപ എന്നിവയെക്കുറിച്ച് അവൻ കേട്ടിരുന്നു. എന്നാൽ അവനിൽ ജ്വലിച്ചത് ആഗ്രഹം മാത്രമായിരുന്നില്ല, പ്രതികാരമായിരുന്നു. ലക്ഷ്മണൻ തന്റെ സഹോദരിയായ ശൂർപ്പണഖയെ അപമാനിച്ചു, അവളുടെ മൂക്ക് മുറിച്ചു. ഇതിൽ കോപിതനായ രാവണൻ സത്യം ചെയ്തു, രാമന്റെ ആത്മാവായ സീതയെ മോഷ്ടിക്കുന്നതുവരെ ഞാൻ ഇനി വിശ്രമിക്കില്ല. അയാൾ മിടുക്കനായിരുന്നു. രാമനെ ക്രൂരമായി നേരിടാൻ കഴിയില്ലെന്ന് അവൻ അറിയാമായിരുന്നു. രൂപം മാറ്റാൻ കഴിയുന്ന രാക്ഷസനായ മാരീചനിൽ നിന്ന് അയാൾ സഹായം തേടി. രാവണന്റെ പദ്ധതി ഇരുണ്ടതും പൂർണ്ണവുമായിരുന്നു. ഒരു വെയിൽ നിറഞ്ഞ ദിവസം സീത അവരുടെ ആശ്രമത്തിനടുത്ത് ഒരു